സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അഗസ്ത്യസ്തുതിയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. സുതീക്ഷ്ണന്റെ ഗുരുവായ അഗസ്ത്യന്റെ ആശ്രമത്തിൽ രാമനും ലക്ഷ്മണനും സീതയും ഒപ്പം സുതീക്ഷ്ണനും ചെന്നെത്തി. അതിനുശേഷം അർഘ്യപാദ്യാദികളൊക്കെ നൽകി അതിഥികളെ വേണ്ടവണ്ണം സത്കരിച്ച ശേഷം അഗസ്ത്യ മഹർഷി സാക്ഷാത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കി, തനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം സർവഥാ പൂജ്യനാണ് എന്ന് കരുതി ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് അഗസ്ത്യ മഹർഷി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം, ദേവകളോടും കമലാസനോടും ഭവാൻ, ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു, ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ. അങ്ങ് രാമനായി അവതരിച്ച് രാവണനെ വധിക്കും എന്നുള്ള കാര്യം പണ്ട് പാലാഴിയുടെ തീരത്ത് വെച്ച് തന്നെ അങ്ങ് പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് നീ വരുന്നതും പാർത്തു ഞാനിരുന്ന് ഇത് മുന്നം, അങ്ങേ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാണ് ശ്രീരാമനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്ത് അങ്ങയുടെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഴിയുകയായിരുന്നു എൻ്റെ ആശ്രമത്തിൽ. അങ്ങേക്കിതെങ്ങനെ അറിയാം എന്നാണെങ്കിൽ, ദേവകളോടും കമലാസനോടും ഭവാൻ, ദേവന്മാരോടും കമലാസനൻ ബ്രഹ്മദേവൻ, ബ്രഹ്മദേവനും ദേവന്മാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മഹാവിഷ്ണുവിനെയാണ് സമാശ്രയിക്കുക. രാവണനെ കൊണ്ടുള്ള ശല്യം ഉപദ്രവം സഹിക്കവയ്യാതെ ബ്രഹ്മദേവനും ദേവന്മാരും പാലാഴിയുടെ തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിക്കുകയാണ്. അങ്ങനെ ദേവകളോടും കമലാസനോടും ഭവാൻ, ആ അങ്ങയെ കാണാൻ വന്ന ബ്രഹ്മദേവനോടും ദേവന്മാരോടും ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു. പാലാഴിയിലാണല്ലോ അങ്ങ് പള്ളി കൊള്ളുന്നത്. ആ ക്ഷീരവാരിധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് അങ്ങ് അവരോട് പറഞ്ഞു, ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവൻ എന്ന് തന്നെ. ദുഷ്ടനായ രാവണനെ കൊന്ന് ഞാൻ ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കും. ദുഷ്ടന്മാരാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭാരം. സജ്ജനങ്ങൾ എത്ര പേരുണ്ടെങ്കിലും ഭൂമിദേവിക്ക് അതൊന്നും ഒരു ഭാരമല്ല. ദുഷ്ടന്മാരാണ് താങ്ങാൻ പറ്റാത്ത ഭാരം. അപ്പൊ ഈ ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരം സഹിക്കവയ്യാതെ സാധാരണ ഭൂമിയാണ് മഹാവിഷ്ണുവിനോട് ചെന്ന് പരാതി പറയുന്നത്. എനിക്ക് ഈ ദുഷ്ടന്മാരുടെ ഭാരം താങ്ങാനുള്ള കരുത്തില്ല പ്രഭോ, അങ്ങ് അവതരിച്ച് ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കണം എന്ന് ഭൂമിദേവിയാണ് സാധാരണ വിഷ്ണുവിനോട് ഉണർത്തിക്കാറുള്ളത്. അതെന്താ ഈ ഭൂമിദേവിക്ക് അത്ര സ്വാതന്ത്ര്യം? കാരണം മഹാവിഷ്ണുവിന്റെ ഒരു പത്നി മഹാലക്ഷ്മിയാണ്, അത് നമുക്കറിയാം. മറ്റൊരു ഭാര്യയാണ് ഈ ഭൂമിദേവി. ശ്രീ ഭൂമി സമേത ശ്രീ മഹാവിഷ്ണവേ നമഃ. ഭൂമിയോടും ശ്രീദേവിയോടും കൂടെ ചേർന്ന് കഴിയുന്ന മഹാവിഷ്ണുവിന് നമസ്കാരം എന്നാണ് നമ്മൾ സ്തുതിക്കാറുള്ളത്. അപ്പോൾ തൻ്റെ ഭാര്യയുടെ വിഷമം തീർക്കുക ഏതൊരു ഭർത്താവിൻ്റെയും കടമയാണല്ലോ. അതുകൊണ്ട് ഭൂമിദേവി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് തൻ്റെ വിഷമങ്ങൾ അറിയിക്കുകയാണ് പതിവ്. ഇവിടെ ബ്രഹ്മദേവനും ദേവന്മാരുമാണ് മഹാവിഷ്ണുവിനെ കാണാൻ ചെന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഘോരനായ ദുഷ്ടനായ രാവണനെ ഞാൻ കൊന്ന് ഭൂമിയുടെ ഭാരം അപഹരിക്കുന്നുണ്ട് എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. സരസാസന സകലേശ്വര ദയാനിധേ, ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ, ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. സാരസാസന സകലേശ്വര ദയാനിധേ. സാരസ ആസനൻ, സാരസം സരസിൽ നിന്ന് ജനിക്കുന്നത്,
താമര എന്നർത്ഥം. താമരയിൽ ഇരിക്കുന്നവൻ. സാധാരണ ബ്രഹ്മദേവനെയാണ് അങ്ങനെ പറയാറുള്ളത്. പക്ഷേ മഹാവിഷ്ണുവിനെയും സരസിജാസന എന്ന് പറയാറുണ്ട്. താമരപ്പൂവിൽ ഇരിക്കുന്ന ഭഗവാനെ സകലേശ്വര, എല്ലാറ്റിനും നായകനായിട്ടുള്ളവനെ, സർവാധിനാഥനെ, ദയാനിധേ, കാരുണ്യസാഗരമേ, അങ്ങയെപ്പോലെ കാരുണ്യം മറ്റാർക്കുണ്ട്? ഞാൻ അന്ന് തുടങ്ങി വന്ന് ഇവിടെ വാണിയിടിനേൻ. അങ്ങ് രാവണനെ കൊല്ലാനായി ഭൂമിയിൽ അവതരിക്കും എന്ന് പറഞ്ഞത് കേട്ടിട്ട് അന്ന് ഞാൻ ഇവിടെ എൻ്റെ ഈ ആശ്രമത്തിൽ, അഗസ്ത്യാശ്രമത്തിൽ അങ്ങയും പ്രതീക്ഷിച്ച് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ അന്ന് തുടങ്ങി വന്ന് ഇവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. അങ്ങയുടെ ദിവ്യമായ ഈ സുന്ദര വിഗ്രഹത്തെ കാണാനായി പണ്ട് തന്നെ ഞാൻ ഇവിടെ ആശ്രമം നിർമ്മിച്ച് ഇവിടെ കഴിയുകയാണ്. തപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. എൻ്റെ ഒപ്പം കുറെ തപസ്വികളുമുണ്ട്. ആ താപസന്മാരോടും ശിഷ്യസംഘാതത്തോടും, ശിഷ്യന്മാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്, അവരോടും കൂടെ ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. അങ്ങയുടെ ഈ പവിത്രമായ പാദാംബുജങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഞാനിവിടെ കഴിയുകയാണ് പ്രഭോ. ലോകസൃഷ്ടിക്കൂ മുന്നം ഏകനായാനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നൂടെ മായ തനിക്കാശ്രയഭൂതയായി തന്നൂടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. അങ്ങയുടെ പവിത്രമായ പാദകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കുറെ കാലമായി പ്രഭോ ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട്. അങ്ങ് ആരാണ്? ലോകസൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ആനന്ദസ്വരൂപനായി ഇവിടെ നിലവിലുണ്ട്. മഹാവിഷ്ണുവിന്റെ നാഭികമലത്തിലാണല്ലോ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ ഉദ്ഭവം. അപ്പോൾ എന്തായാലും ബ്രഹ്മദേവന് മുമ്പ് മഹാവിഷ്ണു ഉണ്ടാവണമല്ലോ. ബ്രഹ്മദേവന് ശേഷമാണ് പ്രപഞ്ചം ഉണ്ടായത്. ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് മുമ്പേ ബ്രഹ്മദേവനുണ്ട്. ബ്രഹ്മദേവൻ ജനിക്കുന്നതിന് മുമ്പ് മഹാവിഷ്ണുവും ഉണ്ട്. അദ്ദേഹത്തിന്റെ നാഭികമലത്തിലാണ് ബ്രഹ്മദേവൻ ഭൂജാതനായത്, ജനിച്ചത്. അതുകൊണ്ട് അങ്ങ് ലോകസൃഷ്ടിക്ക് മുമ്പേ ഉണ്ട്, ഏകനായി ആനന്ദനായി. സൃഷ്ടിക്ക് മുമ്പ് അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആനന്ദസ്വരൂപനായി, ശുദ്ധബോധസ്വരൂപനായി, പരമാത്മാവായി അങ്ങ് മാത്രം ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയേ ഉള്ളൂ. ഈ പ്രപഞ്ചനാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴും വാസ്തവത്തിൽ ഭഗവാനെ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ വിലസുന്നത്. ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ. ലോകത്തിന് കാരണം അങ്ങാണ്. ലോകത്തിന് കാരണം ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവന്റെയും കാരണം അങ്ങാണല്ലോ. വികൽപ്പ ഉപാധി വിരഹിതൻ. ഭേദങ്ങളെ ഉണ്ടാക്കുന്നത് ഉപാധികളാണ്. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, നാമരൂപങ്ങൾ എല്ലാം തന്നെ ഉപാധികളാണ്. അവയാണ് ഒന്നായിരിക്കുന്ന അങ്ങയെ പലതെന്ന പോലെ തോന്നിക്കുന്നത്. അങ്ങ് വാസ്തവത്തിൽ വികൽപ്പങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. സംശയാതീതമായ പരമാത്മതത്വമാണ് അങ്ങ്. വാസ്തവത്തിൽ ഉപാധിരഹിതനുമാണ്. തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് അങ്ങ് എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്? ബ്രഹ്മദേവനാണ് സൃഷ്ടിക്കുന്നതെങ്കിലും ബ്രഹ്മദേവന്റെ പിതൃസ്ഥാനത്താണല്ലോ അങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ബ്രഹ്മദേവനിലൂടെ സൃഷ്ടി നടത്തുന്നത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി അങ്ങയുടെ മായാശക്തിയെ ആശ്രയിച്ചിട്ട് ആ മായയെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട്, മായയെ തൻ്റെ അധീനയാക്കിക്കൊണ്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. മായയുടെ 3 ഗുണങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങൾ.
ആ ത്രിഗുണങ്ങളാണ് വാസ്തവത്തിൽ സൃഷ്ടിക്ക് കാരണം. ആ ത്രിഗുണങ്ങളിൽ ഈശ്വരന്റെ സങ്കല്പവും കൂടെ പ്രവർത്തിച്ചപ്പോൾ സൃഷ്ടി ആരംഭിച്ചു എന്നാണ് വേദാന്ത മതം. അപ്പോൾ അങ്ങയുടെ ശക്തിയായ ഈ മായയെ അങ്ങയുടെ അധീനതയിൽ വച്ചിരിക്കുന്നു. പ്രകൃതി മഹാമായ, പ്രകൃതി മായ, മഹാമായ, മനസ്സ്, അവിദ്യ, അജ്ഞാനം, ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു അങ്ങയുടെ ശക്തി വൈഭവം. ആ മഹാമായ എന്തു ചെയ്യുന്നു? അങ്ങ് മായയെ ആശ്രയിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തുമ്പോൾ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും അങ്ങയെ മറച്ചതുപോലെ തോന്നിക്കുന്നു ഈ മായ. അങ്ങ് വാസ്തവത്തിൽ ഗുണരഹിതനാണ്, ത്രിഗുണങ്ങൾക്കും അതീതനാണ് അങ്ങ്. പക്ഷേ അങ്ങയുടെ ശക്തിയായ ത്രിഗുണാത്മികയായ മായ അങ്ങയുടെ സ്വരൂപത്തെ മറച്ചിട്ട് പ്രപഞ്ചം എന്ന ഒരു ഭ്രമത്തെ ഉണ്ടാക്കി തീർക്കുന്നു. വാസ്തവത്തിൽ അങ്ങ് തന്നെയാണ് ഈ ത്രിഗുണങ്ങളെ നിയന്ത്രിക്കുന്നത്, തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം, ദിവ്യമാമവ്യാകൃതം എന്നുപനിഷദ്വശാത്. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു, യാതൊരു കാപട്യവും കൂടാതെ സത്യത്തെ അപ്രകാരം തന്നെ ഉള്ളതുപോലെ പറയുന്നു. ആര്? വേദാന്തികൾ. അങ്ങയെ വേദാന്തികൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? മുന്നം ദിവ്യമാം അവ്യാകൃതം എന്ന് ഉപനിഷദ്വശാൽ. ഉപനിഷത്തുകൾ അങ്ങയെ അവ്യാകൃതം എന്ന പേര് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തം എന്ന് ചോദിച്ചാൽ, പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് നാമരൂപങ്ങൾ വേർതിരിയുന്നതാണ്. ഈ നാമരൂപങ്ങൾ പ്രത്യേകമായി വേർതിരിയുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തം. അത് ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു നിലയാണ്. ത്രിഗുണങ്ങളിൽ ചലനമൊന്നുമില്ല, എല്ലാം സന്തുലിതാവസ്ഥയിലിരിക്കുന്നു. ത്രിഗുണങ്ങൾ സന്തുലിതാവസ്ഥയിലാണെങ്കിൽ സൃഷ്ടി സാധ്യമല്ല. നാമരൂപങ്ങൾ ആ അവ്യാകൃതത്തിൽ നിന്ന് വേർതിരിയാൻ സാധ്യമല്ല. ഈ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ നഷ്ടമാകണം. അതിൽ ഒരു ചലനം അഥവാ ഒരു ഇളക്കമുണ്ടാകണം. ആ ഇളക്കത്തെ സാധിപ്പിക്കുന്നത് ഈശ്വര സങ്കല്പമാണ്. ഈശ്വര സങ്കല്പം ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുകയും തന്മൂലം നാമരൂപങ്ങൾ ആ സാമ്യാവസ്ഥയിൽ നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദാന്തികൾ ഉപനിഷത്തുക്കളുടെ അഭിപ്രായത്തെ നല്ലതുപോലെ മനസ്സിലാക്കി അവ്യാകൃതം എന്നുള്ള അവസ്ഥ ആദ്യമുണ്ടായിരുന്നു. അതും ഈ ഭഗവാന്റെ തന്നെ ഒരു നിലയാണ്. അത് അത്യന്തം ദിവ്യമാണ്. നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുമ്പുള്ള സമസ്ഥിതിയാണ് ഈ അവ്യാകൃതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മായാദേവിയെ മൂല പ്രകൃതി എന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും, വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ, ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. അങ്ങയുടെ തന്നെ ശക്തിവിശേഷമായ ഈ മായയെ, ആ മായയെ തന്നെയാണ് നമ്മൾ ദേവി എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നത്. എല്ലാ ദേവന്മാർക്കും കൂടെ ദേവിമാരും ഉണ്ടല്ലോ. മഹാവിഷ്ണുവിന് മഹാലക്ഷ്മി, ശിവന് പാർവതി, ബ്രഹ്മദേവന് സരസ്വതി, സുബ്രഹ്മണ്യന് വള്ളി ദേവസേന, 2 ഭാര്യമാരാണ്. മഹാവിഷ്ണുവിന് ശ്രീദേവിയും ഭൂദേവിയും. ഇങ്ങനെ ഏത് ദേവനും കൂടെ ഒരു ദേവി ഉണ്ടാവും. സാധാരണ ദേവി ഇല്ലാത്തത് ആർക്കാണ്? മഹാഗണപതിക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ബ്രഹ്മചാരിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ വിനായകനും 2 പത്നിമാരുണ്ട്, സിദ്ധി ബുദ്ധി എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇനി അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് എന്നാണ് വൈപ്പ്. പക്ഷെ അദ്ദേഹത്തിനും 2 ദേവിമാരുണ്ട്, പത്നിമാരുണ്ട്.
പൂർണ്ണ പുഷ്കല. ഇനിയിപ്പോ ഈ വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരിയായിട്ട് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഇതുവരെ നമ്മൾ കല്യാണം കഴിപ്പിക്കാത്ത ഒരേ ഒരു ദേവൻ സാക്ഷാത് ആഞ്ജനേയ സ്വാമി തന്നെയാണ്. ജയ് ബജ്രംഗ ബലി എന്നാണ് ഉത്തരേന്ത്യക്കാർ അദ്ദേഹത്തെ വിളിക്കുന്നത്. സാധാരണ ഈ കല്യാണം കഴിയാതെ ബ്രഹ്മചാരികളായി അവിവാഹിതരായി കഴിയുന്നവരെ ഈ വിവാഹം കഴിഞ്ഞവർ പരിഹാസ രൂപേണ വിളിക്കാറുണ്ട്. ഡേയ് ജയ് ബജ്രംഗ ബലി എന്ന് വിളിക്കാറുണ്ട്. എന്നെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിവാഹിതൻ, ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാത്തവൻ എന്നർത്ഥം. അപ്പൊ എല്ലാവർക്കും ദേവിമാരെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആ ദേവൻ പുരുഷനുമല്ല, ആ ദേവന്റെ കൂടെയുള്ള ദേവി ആ ദേവന്റെ പത്നിയുമല്ല, സ്ത്രീയുമല്ല. പിന്നെ ഈ സങ്കല്പത്തിന്റെ ഉദ്ദേശ്യം, ഇതിന്റെ പുറകിലുള്ള തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ, ഏത് ദേവനും ആ ദേവന്റേതായ ഒരു ശക്തി ഉണ്ടാവുമല്ലോ. ആ ശക്തിയെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പത്നിയായി വിവരിച്ചിരിക്കുന്നത്. ശക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയല്ല, സ്ത്രീ രൂപമില്ല. ശക്തി എന്ന് പറഞ്ഞാൽ പവർ, എനർജി, ഊർജം. ഊർജത്തിന് സ്ത്രീ രൂപമാണോ? ഈ ആത്മാവിനെ പുരുഷൻ, പരമപുരുഷൻ, പരമാത്മാവ് എന്നൊക്കെ പുല്ലിംഗത്തിൽ പറയുന്നത് കൊണ്ട് ആ പരമാത്മാവിന്റെ ശക്തിയായ ഈ മായയെ അദ്ദേഹത്തിന്റെ പത്നിയായി ചമത്കാരേണ, ചമത്കാര രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. അത്രമാത്രം. അല്ലാതെ ഇവിടെ സ്ത്രീയുമില്ല, പുരുഷനുമില്ല, ഈ ദൈവങ്ങൾക്കൊന്നും കുടുംബവുമില്ല. അതൊക്കെ നമുക്കാണ്. ദൈവം ഒന്നായിരിക്കുന്ന തത്വമാണ്. അപ്പൊ ഈ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. അതിന് മറ്റൊരു പേരുണ്ട്, മൂലപ്രകൃതി. പ്രകൃതി എന്നും പറയാറുണ്ട്, മൂലപ്രകൃതി എന്നും പറയാറുണ്ട്. ആരാണ് ഈ പേര് പറഞ്ഞ് വിളിക്കുന്നത്? മായാതീതന്മാർ, മായയെ അതിജീവിച്ചവർ, മായയ്ക്ക് അപ്പുറത്ത് പോയവർ ഈ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും, സംസൃതി എന്നും ചൊല്ലും. സംസൃതി സംസാരം, പ്രപഞ്ചം. മലയാളത്തിലെ സംസാരമല്ല, പ്രപഞ്ചം, ലോകം എന്നർത്ഥത്തിൽ സംസാരം എന്നും ഈ മായയെ വിളിക്കാറുണ്ട്. കാരണം മായയാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വിദ്വാൻമാര വിദ്യയെന്നും പറയുന്നുവല്ലോ, ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. മായാതീതന്മാർ, മായയെ കടന്നുപോയവർ, മായയ്ക്ക് മൂലപ്രകൃതി എന്നും സംസൃതി എന്നും രണ്ട് പേര് പറയുന്നുണ്ട്. വിദ്വാൻമാർ, പണ്ഡിതന്മാർ, അവർ അവിദ്യ എന്നാണ് ഈ മായാദേവിയെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരേ ശക്തിയെ പല നാമം ചൊല്ലി വിളിക്കുന്നു പല ആൾക്കാരും. ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, മഹർഷിമാർ, തത്വജ്ഞാനികൾ, വേദാന്തികൾ, അവർ പല പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിന്നാൽ സംക്ഷോഭ്യമാണ് യാഗിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മായ ഈശ്വരന്റെ സങ്കല്പത്താൽ, ഇവിടെ നിന്നുടെ നിയോഗത്താൽ എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയെ നോക്കിയാണ് അഗസ്ത്യ മഹർഷി സംസാരിക്കുന്നത്. അതായത് പരമാത്മാവ്, പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൻ്റെ നിയോഗം, സങ്കല്പം അല്ലെങ്കിൽ നിശ്ചയം കാരണമായിട്ട് ഈ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് ഭംഗമുണ്ടാകുന്നു. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. ഈ മായയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത്, സൃഷ്ടി ആരംഭിക്കുന്നത് മഹത്തത്വത്തിൽ നിന്നാണ്. മഹത്തത്വം എന്ന് പറഞ്ഞാൽ സമഷ്ടി ബുദ്ധിതത്വം എന്നർത്ഥം. അതായത് ഈ സൃഷ്ടിയിൽ എന്തൊക്കെ ഉണ്ടാവണം, ഏതൊക്കെ ജീവജാലങ്ങൾ ഉണ്ടാകണം, എന്തൊക്കെ പദാർത്ഥങ്ങൾ ഉണ്ടാകണം, ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെടണം. അങ്ങനെയുള്ള ഒരു കോസ്മിക് ഇൻ്റലിജൻസ്, വിശ്വവ്യാപകമായ ഒരു ബുദ്ധി, അതും പരമാത്മാവിൻ്റെ ശക്തിവിശേഷം തന്നെ, അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വമാണ് മായയുടെ ആദ്യത്തെ സൃഷ്ടി. ആ മഹത്തത്വത്തിൽ നിന്ന് എന്തുണ്ടായി? മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ.
ആ മഹത്തത്വം ആദ്യമുണ്ടായി. അതിൽ നിന്ന് അഹങ്കാരം ഉദിച്ചു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജീവഭാവം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം, അതാണ് അഹങ്കാരം. വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി, ജീവഭാവം, അഹങ്കാരം എന്നൊക്കെ പേര് പറഞ്ഞ് വിളിക്കും. അതാണ് മഹത്തത്വത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നത്. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ഭാഗം നാളെ വായിക്കാം.